നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ഒരു പ്രോപ്പർട്ടി ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. ഇൻ്റഗ്രൽ 0 to a f of x dx ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to a f of a minus x dx. ഈ ഒരു പ്രോപ്പർട്ടി ബേസ് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം ഇൻ്റഗ്രൽ 0 to pi by 2 sin raised to 4x divided by sin raised to 4x plus cos raised to 4x dx. ഇത് ചെയ്യാൻ നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഇതിനെ I എന്ന് പേര് കൊടുക്കുക. Let this integral be equal to I. So let I equal to integral 0 to pi by 2 sin raised to 4x by sin raised to 4x plus cos raised to 4x dx. ഇതിനെ നമ്മുടെ ഇക്വേഷൻ 1 ആണ് കൊടുത്തു. ഇനി ഇതേ I എന്ന ഇൻ്റഗ്രലിനെ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് മാറ്റി എഴുതണം. ഇപ്പോൾ 0 to a യുടെ വാല്യൂ പൈ ബൈ 2 ആണ്. അപ്പോൾ a മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് പൈ ബൈ 2 മൈനസ് എക്സ്. നമ്മൾ എന്ത് ചെയ്യണം? എക്സിൻ്റെ സ്ഥാനത്ത് a മൈനസ് എക്സ് കൊടുത്തിട്ട് ഈ ഇൻ്റഗ്രലിനെ റീപ്ലേസ് ചെയ്യണം. അതാണ് പ്രോപ്പർട്ടി പറയുന്നത്. സോ യൂസിങ് ദിസ് പ്രോപ്പർട്ടി ദിസ് I ഈസ് ഓൾസോ ഈക്വൽ ടു integral 0 to pi by 2 0 to a ക്ക് പകരം sin raised to 4 x ന് പകരം a minus x കൊടുക്കുക. What is a minus x? Here it is pi by 2 minus x. താഴെയും അതേപോലെ sin raised to 4 pi by 2 minus x plus cos raised to 4 pi by 2 minus x dx. നമ്മൾ ഇതിനെ ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് ഇങ്ങനെ മാറ്റിയിടും. Now you know that sin pi by 2 minus x equal to cos x and cos pi by 2 minus x is sin x. So what about sin raised to 4 pi by 2 minus x? It becomes integral 0 to pi by 2 sin raised to 4 pi by 2 minus x is cos raised to 4x. Because sin pi by 2 minus x is cos x, so this term becomes cos x whole raised to 4. അതിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതേ പാറ്റേണിലാണ് താഴെയും വരിക അല്ലേ? ഇപ്പോൾ ഡിനോമിനേറ്ററിൽ cos raised to 4x plus cos pi by 2 minus x is sin x. അപ്പോൾ ഇത് sin raised to 4x dx now. And we will take this as equation 2. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 1 ഉം 2 ഉം തമ്മിൽ ആഡ് ചെയ്യാനാണ്. So let us take equation 1 plus 2. 1 in the left side, 2 in the left side. That is I plus I. 2i equal to. ഈ രണ്ടിൻ്റെയും റൈറ്റ് സൈഡ്സ് ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ്റഗ്രൽ 0 to pi by 2 ദിസ് ഇൻ്റഗ്രൽ പ്ലസ് ഇൻ്റഗ്രൽ 0 to pi by 2 ദിസ് ഇൻ്റഗ്രൽ. രണ്ടിൻ്റെയും ഇൻ്റഗ്രൽ പാർട്ട് അല്ലെങ്കിൽ ലിമിറ്റ്സ് 0 to pi by 2 ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് 0 to pi by 2നെ ഈ രണ്ടിനും കൂടെ ഒന്നിച്ച് എഴുതിയാൽ മതി. സോ വി വിൽ ഗെറ്റ് ഇൻ്റഗ്രൽ 0 to pi by 2 sin raised to 4x by sin raised to 4x plus cos raised to 4x plus ഇനി ഈ ഇൻ്റഗ്രൽ എഴുതാലോ. ഇൻ്റഗ്രൻ്റ് രണ്ടാമത്തെ ഇക്വേഷനിലെ ഈ ഇൻ്റഗ്രൻ്റ് ദാറ്റ് ഈസ് cos raised to 4x by cos raised to 4x plus sin raised to 4x ഇതിനൊന്നിച്ച് dx. ഈ ഇൻ്റഗ്രൽ പ്ലസ് ഈ ഇൻ്റഗ്രൽ എന്നതിന് പകരം നമ്മൾ ഈ രണ്ട് ഇൻ്റഗ്രൽസിനെ കമ്പൈൻ ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ഈ രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ് അല്ലെ? a plus b b plus എന്നുള്ള പോലെ പോകുന്നുണ്ട്. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. സോ വി ക്യാൻ ഡയറക്ട്ലി ആഡ് ദ ന്യൂമറേറ്റർ. അപ്പം എന്താ കിട്ടുക? ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ sin raised to 4x plus cos raised to 4x the whole divided by the common denominator എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ ഈ ഇൻ്റഗ്രല് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? sin raised to 4x ഇതിൻ്റെ ന്യൂമറേറ്റർ പ്ലസ് ഇതിൻ്റെ ന്യൂമറേറ്റർ cos raised to 4x divided by രണ്ടിൻ്റെയും കോമൺ ഡിനോമിനേറ്റർ ദാറ്റ് ഈസ് sin raised to 4x plus cos raised to 4x ഇതിനൊന്നിച്ച് dx. And clearly this is equal to 1. So the integral reduces to integral 0 to pi by 2 1 dx. Now what is integral of dx? അത് x ആണ്. So x between 0 to pi by 2. And what is x between 0 to pi by 2? It is pi by 2 minus 0 or it is equal to pi by 2. അപ്പോൾ നമുക്ക് ഇപ്പം എന്താ കിട്ടിയത്? 2y equal to pi by 2 എന്നാണ്. നമുക്ക് ആൻസർ ആയിട്ട് വേണ്ടത് I ആണ് അല്ലേ? So this implies what is I?
ഈ രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ 2നെ അപ്പുറത്തേക്ക് എടുത്തു വിചാരിക്കുക. 2i = π/2 ആണെങ്കിൽ I is equal to π/4. So this is our answer. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഈ sin⁴ നിങ്ങൾ നോക്കുക, ഈ പവേഴ്സ് ഒക്കെ സെയിം ആണ്. ഈ പവറിന്റെ സ്ഥാനത്ത് 3/2 ആണെങ്കിലും sin⁵3/2x sin⁵3/2x plus cos⁵3/2x അല്ലെങ്കിൽ sin⁵5x sin⁵5x plus cos⁵5x dx ഇതൊക്കെ ഇതേ പാറ്റേണിലാണ് ചെയ്യുക. സെയിം മെത്തേഡിലാണ് ഇങ്ങനത്തെ എല്ലാ ചോദ്യത്തിന്റെയും പ്രൊസീജിയർ വരിക. ഓക്കെ, അടുത്ത ചോദ്യം ഇന്റഗ്രൽ 0 to a √x divided by √x plus √a minus x dx. ഇവിടെയും നമ്മൾ ഈ പ്രോപ്പർട്ടി തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പൊ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ let us take I = integral 0 to a √x by √x plus √a minus x dx. എന്താണോ ചോദ്യം അതിനെ I എടുത്തു. And let this be equation 1. Now ഇതേ I എന്ന ഇന്റഗ്രലിലേക്ക് ഈ പേര് കൊടുക്കുന്നത് നമുക്ക് എടുത്തെഴുതാനൊക്കെ എളുപ്പത്തിനാണ്. യൂസിങ് ദിസ് പ്രോപ്പർട്ടി നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ഇന്റഗ്രൽ 0 to a √x ന്റെ സ്ഥാനത്ത് a minus x. ഇവിടെ എക്ക് പകരം a തന്നെയാണ്, പ്രോപ്പർട്ടിയിലും a ആണ്, നമ്മുടെ പ്രോബ്ലത്തിലും a തന്നെയാണ്. അപ്പൊ x ന് പകരം a minus x കൊടുത്തു ഡിവൈഡഡ് ബൈ ഈ x ന് പകരവും a minus x പ്ലസ് ഇവിടെ എന്താ സംഭവിക്കുക? √a minus x. x ന് സ്ഥാനത്ത് a minus x dx. Now ഈ ടേമിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്കറിയാം എയും മൈനസ് എയും ക്യാൻസൽ ചെയ്യും. ബാക്കി വരുന്നത് -(-x). ദാറ്റ് ഈസ് ഈ ടേം √x ആയിട്ട് മാറും. അപ്പൊ നമുക്ക് അതൊന്ന് എടുത്തെഴുതാം. ഇന്റഗ്രൽ 0 to a √a minus x divided by √a minus x plus √x dx. And let this be equation 2. അപ്പോൾ നേരത്തെ പ്രോബ്ലത്തിൽ വന്ന പോലെ തന്നെ. Now let us take 1 plus 2. 1 plus 2 എടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് I plus I, that is 2i equal to. Now what is the right side? Integral 0 to a. നോക്കുക, ഇതാണ് ഇക്വേഷൻ 1ന്റെ ഇന്റഗ്രന്റ്, ഇത് ഇക്വേഷൻ 2ന്റെ ഇന്റഗ്രന്റ്. രണ്ടിന്റെയും ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പൊ നമുക്ക് ന്യൂമറേറ്റേഴ്സ് ഡയറക്റ്റ് ആഡ് ചെയ്യാം. ന്യൂമറേറ്റർ ആഡ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇതിന്റെ ന്യൂമറേറ്റർ √x പ്ലസ് ഇതിന്റെ ന്യൂമറേറ്റർ √a minus x ഡിവൈഡഡ് ബൈ രണ്ടിന്റെയും കൂടെ കോമൺ ഡിനോമിനേറ്റർ, രണ്ടും സെയിം ആണ്. സോ വി വിൽ ഗെറ്റ് √x plus √a minus x dx. And clearly this quantity is 1. So it is integral 0 to a 1 dx. And what is integral of 1 dx? It is x between 0 to a. And the value is a minus 0 or it is equal to a. So we got 2i equal to a. So what is I? I is equal to a/2. നേരത്തെ പ്രോബ്ലം പോലെ തന്നെയാണ് ഇത് നമ്മൾ ചെയ്തത്. ഓക്കെ, അടുത്ത ചോദ്യം ഇന്റഗ്രൽ 0 to 1 x into 1 minus x whole raised to n dx. ഇതിപ്പോ നേരെ തിരിച്ചായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. x raised to n ഉം ഇവിടെ x ആണെങ്കിൽ ചെയ്യായിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് 1 minus x whole raised to n ഒരു ഫിക്സഡ് നമ്പർ അല്ലാത്തതുകൊണ്ട് നമുക്ക് ബൈനോമിയൽ വെച്ചിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ടൊന്നും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. സോ യൂസിങ് ദിസ് പ്രോപ്പർട്ടി നമുക്ക് ആദ്യം തന്നെ നേരത്തെ ചെയ്ത പോലെ I എടുത്തിട്ട് തുടങ്ങാം. Let I equal to integral 0 to 1 x into 1 minus x whole raised to n dx. ഇക്വേഷൻ 1 കൊടുക്കുക. ചിലപ്പോൾ അത് 1 plus 2 എടുക്കേണ്ടി വരും, ചിലപ്പോൾ അല്ലാതെ തന്നെ ആൻസർ കിട്ടും. എനിവേ അതവിടെ കടന്നോട്ടെ. ഇനി I is equal to using this property integral 0 to 1. അപ്പോൾ a-യുടെ സ്ഥാനത്ത് നമുക്ക് 1 ആണ്. So what is our a minus x? It is 1 minus x. So replace x by 1 minus x into 1 minus ഈ x-ന് പകരം 1 minus x whole raised to n dx ആണ്. ഇനി ഈ ബ്രാക്കറ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. 1 ഉം -1 ഉം ക്യാൻസൽ ചെയ്യും. മൈനസ് ഓഫ് മൈനസ് x, so this term becomes x. So it is integral 0 to 1 1 minus x, ഈ 1 minus x ഈ ബ്രാക്കറ്റിന്റെ അടുത്ത് x ആയി x raised to n dx ആയിട്ട് മാറും. ഇനിയിപ്പോ നമുക്ക് വളരെ എളുപ്പത്തിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. x raised to n ഇതിന്റെ ഉള്ളിലേക്ക് എടുക്കാം. അപ്പൊ എന്താ കിട്ടുക? ഇന്റഗ്രൽ 0 to 1
x raised to n minus x into x raised to n, that is x raised to n plus 1 dx. ഇവിടെ നമുക്ക് ഇക്വേഷൻ ആഡ് ചെയ്യാനൊന്നും വേണ്ട, ഇത് ഇവിടെ തന്നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. So what is integral of x raised to n? x raised to n plus 1 by n plus 1 minus x raised to n plus 1 ന്റെ ഇന്റഗ്രൽ. അതെന്താ വരിക? x raised to n plus 1 plus 1, that is n plus 2 divided by n plus 2 between, what is our boundaries? 0 to 1. ഇനി അതിന്റെ ആൻസർ നമുക്ക് f of b minus f of a എന്താ വരിക? ആദ്യം നമ്മൾ 1 കൊടുക്കണം. So this term becomes 1 by n plus 1 minus 1 by n plus 2. ഇതാണ് നമ്മുടെ f of b minus f of a. a യുടെ വാല്യൂ 0 ആണ്. x ന് 0 കൊടുത്താൽ ഈ ടേമും 0, ഈ ടേമും 0. അപ്പോൾ നമ്മൾ എടുത്ത് എഴുതണമെന്നൊന്നുമില്ല, -0 എന്ന് അവിടെ എഴുതിയാൽ മതി. അപ്പോൾ ഇത്രയും ആൻസറിലുള്ളൂ. Now let us simplify this. LC എടുത്താൽ എന്താ കിട്ടുക? n plus 2 minus n plus 1 divided by the common denominator, that is n plus 1 into n plus 2. Now simplify this. n ഉം minus n ഉം cancel ആവും. പിന്നെ ഉള്ളത് 2 minus 1. So the numerator becomes 1. Answer is 1 by n plus 1 into n plus 2. Okay. അടുത്തത് integral 0 to pi by 4 log of 1 plus tan x dx. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് ഇത് ചോദിച്ചിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. Let us take I equal to integral 0 to pi by 4 log 1 plus tan x dx. അതിനെ നമുക്ക് ഇക്വേഷൻ 1 അവിടെ കൊടുക്കണം. ഇനി using this property, അപ്പോൾ നമുക്ക് a യുടെ സ്ഥാനത്ത് നമുക്ക് pi by 4 ആണ്. This I can be written as integral 0 to pi by 4 log of 1 plus tan x ന് പകരം a minus x, and our a minus x is pi by 4 minus x. ഇതിനൊന്നിച്ച് dx. x ന് പകരം ഇവിടുത്തെ a minus x കൊടുത്തു. Now we know the expansion of tan a minus b. ആ പാറ്റേണിലാണ് ഇത് കിടക്കുന്നത്. So let us expand tan pi by 4 minus x. അപ്പോൾ എന്താ കിട്ടാൻ നോക്കാം? integral 0 to pi by 4 log of, ഞാൻ ബ്രാക്കറ്റ് ഇങ്ങനെയാക്കാം കാരണം ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും വരും. 1 plus ഈ ആദ്യത്തെ ടേം. ഇനി tan pi by 4 minus x എക്സ്പാൻഡ് ചെയ്യണം. എന്താ കിട്ടുക? tan pi by 4 minus tan x divided by 1 plus tan pi by 4 into tan x. ഇതിനൊന്നിച്ച് dx. Okay, this is the expansion of tan pi by 4 minus x. Tan a minus b equal to tan a minus tan b by 1 plus tan a tan b. അതാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ഈ എക്സ്പ്രഷനിൽ നമുക്ക് tan pi by 4ന്റെ വാല്യൂ അറിയാം. എത്രയാണ് tan pi by 4? tan pi by 4ന്റെ വാല്യൂ 1 ആണ്. സോ അത് അപ്ലൈ ചെയ്ത് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എഴുതാം. എന്താ കിട്ടുക? integral 0 to pi by 4 log of 1 plus tan pi by 4 ന് പകരം 1. So 1 minus tan x divided by 1 plus 1 into tan x, that is tan x dx. ഇനി നമുക്ക് ഇവിടെ ചെയ്യാവുന്നത്, ഇപ്പൊ ഈ ഭാഗത്ത് മാത്രമേ 1 plus tan x ഡിനോമിനേറ്റർ ആയിട്ട് വന്നിട്ടുള്ളൂ. നമ്മൾ ഈ രണ്ട് ടേംസിനെയും ചേർക്കുന്നു. അപ്പൊ എന്താ കിട്ടുക? integral 0 to pi by 4 log of 1 into 1 plus tan x, that is 1 plus tan x. പിന്നെ ഉള്ളത് നടുക്കത്തെ പ്ലസ്, അടുത്ത ടേം 1 minus tan x the whole divided by the common denominator, that is 1 plus tan x dx. So simplifying this numerator, നമുക്ക് ഏതാ ക്യാൻസൽ ചെയ്യാൻ പറ്റുക? പ്ലസ് tan x ഉം മൈനസ് tan x ഉം പോകും. ബാക്കിയുള്ളത് log of 1 plus 1, that is log 2 by 1 plus tan x എന്നാണത്. This is log 2 by 1 plus tan x, or it is of the form log a by b. അല്ലേ? log a by b നെ നമുക്ക് എങ്ങനെ എഴുതാം? log a minus log b. So applying that, ഞാൻ അതിനെ മാറ്റിയാണ്. integral 0 to pi by 4 log of numerator, what is our numerator? 2 minus log of denominator, that is
1 plus tan x ഇതിനൊന്നിച്ച് dx. ഒന്നും കൂടെ പറയാം. tan x ക്യാൻസൽ ചെയ്തു. log of ഈ ന്യൂമറേറ്റർ 2 ആണ്. log of 2 by 1 plus tan x. It is of the form log a by b. So using the rule of logarithm we can write log a minus log b. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൽ ഒന്നാമത്തെ ഇന്റഗ്രൽ എന്താ? ഒന്നാമത്തെ ഇന്റഗ്രൽ ഇന്റഗ്രൽ 0 to pi by 4 log 2 dx ന കിട്ടുക. But log 2 is a constant. So we can take it outside. log 2 into ബാക്കിയുള്ളത് ഇന്റഗ്രൽ 0 to pi by 4 of 1 dx. ഒന്നാമത്തെ ഇന്റഗ്രലിൽ log 2 കോൺസ്റ്റന്റ് അത് പുറത്ത് നിർത്തി ബാക്കിയുള്ളത്. Now what is the second integral? Integral 0 to pi by 4 മൈനസ് അങ്ങോട്ട് എഴുതാം. integral 0 to pi by 4 log 1 plus tan x dx അല്ലേ? and that is our i. നമ്മൾ ഇക്വേഷൻ 1ൽ അതിന് i എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഇന്റഗ്രലിന് പകരം i എന്ന് കൊടുത്തു. നമ്മൾ i equal to എന്നാണ് തുടങ്ങിയത്. ആൻസർ this term minus i എന്ന് കിട്ടി. our answer is i equal to ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ മൈനസ് i നെ കൂടെ ലെഫ്റ്റിലേക്ക് എടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? i ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന i. so we will get 2i is equal to ഈ ഒരു ടേം മാത്രമേ ഉള്ളൂ. ഈ i നെ നമുക്ക് മറ്റേ ഭാഗത്തേക്ക് മാറ്റി പിന്നെ ലെഫ്റ്റിലെ റൈറ്റിലെ ഈ ഒരു ടേം ഉള്ളൂ. so log 2 അങ്ങനെ തന്നെ എഴുതി. what is integral of 1 dx? that is x between 0 to pi by 4. അപ്പോൾ എന്ത് കിട്ടും? ഈ ടേം pi by 4 minus 0 ആണ് അല്ലേ? so the answer is log 2 into pi by 4 എന്ന് കിട്ടും. and we can write it as pi by 4 log 2. 2i equal to pi by 4 log 2. so what is our i? i is equal to ഈ 2 നെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പോൾ 4 ന്റെ കൂടെ വരും അല്ലേ? so the answer becomes pi by 8 log 2. the answer is pi by 8 log 2. this is very important. next question. integral 0 to pi by 2 2 log sin x minus log sin 2x dx. അപ്പോൾ ഇവിടെ രണ്ട് ടേമിൽ ലോഗ് കാണുന്നുണ്ട്. ഈ 2 കൂടെ അവിടുന്ന് മാറ്റിയാൽ it is of the form log a minus log b. അപ്പോൾ നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ 2 നെ ഒന്ന് മാറ്റി എഴുതാം. ഇന്റഗ്രൽ 0 to pi by 2 log of n log x എന്നുള്ള ഫോമാണ്. സോ log sin x raised to 2 or it is sin square x minus log വേണമെങ്കിൽ ആ sin 2x നെ നമുക്ക് sin x ന്റെ ടേമിലാക്കാം. എങ്ങനെയാ sin 2x എഴുതുക? it is 2 sin x cos x. sin 2x ന്റെ ഫോർമുല ഉപയോഗിച്ചു. ഇതിനൊന്നിച്ച് dx. now log a minus log b എന്നുള്ള ഫോമിലാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. അന്നേരം എന്താ കിട്ടുക? ഇന്റഗ്രൽ 0 to pi by 2 log of a by b എന്ന് എഴുതണം. a by b എന്നുള്ളതിന് പകരം ഇവിടെ sin square x divided by ഇതാണ് sin square x divided by b യുടെ സ്ഥാനത്ത് 2 sin x cos x ഇതിനൊന്നിച്ച് dx. ഇനി അവിടെ നമുക്ക് ഒരു sin x ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ? so this term can be written as integral 0 to pi by 2 log of ബാക്കി എന്തൊക്കെയാണുള്ളത്? sin x by cos x അതിനെ നമുക്ക് tan x എന്ന് എഴുതാം. sin x by cos x നെ tan x എഴുതി. പിന്നെ ഡിനോമിനേറ്ററിലുള്ളത് 2 ആണ്. സോ ഇത്രയായിട്ട് ചുരുക്കും. okay now this is again of the form log of a by b. so we can split this as log a minus log b. അപ്പോൾ വീണ്ടും ഇന്റഗ്രൽ 0 to pi by 2 log of a യുടെ സ്ഥാനത്ത് tan x minus log b യുടെ സ്ഥാനത്ത് ഏതാ വരിക? log 2 ഇതിനൊന്നിച്ച് dx. അതിലിപ്പോൾ രണ്ടാമത്തെ ഇന്റഗ്രൽ നമുക്ക് ഡയറക്റ്റ് എഴുതാം because log 2 is a constant. അത് പുറത്തെടുത്താൽ ഈ ഭാഗത്തെ ഇന്റഗ്രേഷൻ തീർക്കാം. ഇതാണ് പിന്നെ നമുക്ക് അവിടെ പ്രശ്നം. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ഇതിനെ രണ്ട് സ്റ്റെപ്പായിട്ട് രണ്ട് ഇന്റഗ്രൽ ആക്കിയിട്ട് എഴുതുകയാണ്. ഇന്റഗ്രൽ 0 to pi by 2 log tan x dx ഇതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ആദ്യത്തെ ഇന്റഗ്രൽ മൈനസ് രണ്ടാമത്തെ ഇന്റഗ്രലില് log 2 പുറത്തെടുക്കാം. ബാക്കി ഇന്റഗ്രൽ 0 to pi by 2 log 2 കോൺസ്റ്റന്റ് പുറത്തേക്ക് വന്നാൽ പിന്നെ അവിടെ 1 dx ആയി. ഓക്കെ, ഇനി ഈ ഇന്റഗ്രൽ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാം അല്ലേ? അപ്പൊ എന്താ കിട്ടുക? ഇന്റഗ്രൽ 0 to pi by 2
ലോഗ് ടാൻ എക്സ് ഡി എക്സ് മൈനസ് ഈ ഇന്റഗ്രല് ലോഗ് 2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് 1 ഡി എക്സ് ഈസ് എക്സ് ബിറ്റ്വീൻ 0 to π/2. അല്ലേ? Again that can be written as integral 0 to π/2 log tan x dx. നമുക്ക് വേറെ രീതിയിൽ ചെയ്യേണ്ടി വരും, അവിടെ ചെയ്യാൻ പറ്റില്ല. മൈനസ് ഇവിടെ എന്താ കിട്ടുക? log 2 into π/2 minus 0. π/2 minus 0 is π/2. So we can write minus π/2 log 2. ഇതിനെ ഞാൻ ഇക്വേഷൻ 1 അവിടെ വെക്കുകയാണ്. നമുക്ക് ആൻസറിലേക്ക് കടക്കണമെങ്കിൽ ഈ ഒരു ഇന്റഗ്രൽ എന്താണെന്ന് കിട്ടണം, അല്ലേ? അപ്പൊ അത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ഈ ഒരു ഇന്റഗ്രൽ എന്താണെന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യണം. സോ ലെറ്റ് ദിസ് ബി ഇക്വേഷൻ 1. അപ്പൊ ഓർക്കണം, ഇക്വേഷൻ 1ന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ ചോദ്യം തന്നെയാണ്. ഞാൻ ഇങ്ങോട്ട് എടുത്തെഴുതാം. ഇന്റഗ്രൽ 0 to π/2 2 log sin x മൈനസ് ലോഗ് sin 2x ഇതിനൊന്നിച്ച് dx. ഇതാണ് ഇക്വേഷൻ 1. Now let us simplify the first integral. അത് ഇവാലുവേറ്റ് ചെയ്യണം നമുക്ക്. ഇക്വേഷൻ 1ലെ ഒന്നാമത്തെ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് let us take I is equal to integral 0 to π/2 log tan x dx. ഓക്കെ, ട്രിഗണോമെട്രിക് ഫംഗ്ഷനിൽ ഈ π/2 വരുന്ന കേസിൽ മിക്കവാറും നമ്മൾ ഈ ഫോർമുല അല്ലെങ്കിൽ ഈ പ്രോപ്പർട്ടി തന്നെയാണ് ഉപയോഗിക്കേണ്ടത്. സോ ഇതിനെ ഞാൻ ഇക്വേഷൻ 1 കൊടുത്തു. ഇനി ഇതേ ഐനെ യൂസിങ് ദിസ് പ്രോപ്പർട്ടി ഇങ്ങനെ മാറ്റാം. ഇന്റഗ്രൽ 0 to π/2 ലോഗ് ഓഫ് ടാൻ a minus x ന് പകരം π/2 minus x dx. And you know that tan π/2 minus x is cot x. So this integral becomes integral 0 to π/2 log of cot x dx, and this is our equation 2. ഇനി നിങ്ങൾ 1 ഉം 2 ഉം കൂടെ ആഡ് ചെയ്യാം. So equation 1 plus 2 implies നമുക്ക് എന്ത് കിട്ടും? I plus I, that is 2i equal to integral 0 to π/2 ഈ ഇന്റഗ്രലിന്റെ പ്ലസ് ഈ ഇന്റഗ്രൽ. അപ്പൊ എന്താ കിട്ടുക? log tan x plus log cot x dx. ആ രണ്ട് ഇന്റഗ്രലും കൂടെ ചേർത്തിട്ട് എഴുതുന്നേ ഉള്ളൂ. Now this is of the form log a plus log b. അപ്പൊ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? log ab എന്ന് എഴുതാം, അല്ലേ? log of tan x into cot x dx. Okay, now tan x into cot x എന്താ? cot x എന്ന് പറയുന്നത് 1 by tan x ആണ്. So tan x and tan x cancels, or this value is equal to 1 ആണ്. ഈ tan x into cot x എന്ന് പറയുന്ന വാല്യൂ 1 ന് ഈക്വൽ ആണ്. അപ്പോൾ ഇതെന്തായിട്ട് മാറും? ഇന്റഗ്രൽ 0 to π/2 ഓഫ് log 1 dx ആവും, അല്ലേ? Now what is the value of log 1? log 1 എന്ന് പറയുന്നത് 0 ആണ്. സോ ഇനി ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. log 1 പുറത്തേക്ക് എടുത്തു എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു എന്നുള്ള ഫോമിൽ വന്നു. സോ ദ ആൻസർ ഈസ് ഈക്വൽ ടു 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2i equal to 0. 2i equal to 0 ആണെങ്കിൽ what is our I? I is also equal to 0. ഇനി എന്ത് ചെയ്യണം? ഈ I equal to 0 എന്നുള്ള റിസൾട്ട് ഇക്വേഷൻ 1ലേക്ക് വരണം. ഓക്കെ, therefore equation 1 implies 1 ന്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് തന്ന ചോദ്യമാണ് ഇന്റഗ്രൽ 0 to π/2 2 log sin x minus log sin 2x dx equal to ഫസ്റ്റ് പാർട്ട്. ഇതാണ് നമ്മൾ വേറെ ഇന്റഗ്രേറ്റ് ചെയ്തപ്പോൾ ആൻസർ 0 ആണെന്ന് കണ്ടത്. അപ്പൊ എന്ത് കിട്ടി? 0 minus π/2 log 2 എന്ന് കിട്ടി. or the answer is minus π/2 log 2. ഓക്കെ, ഇതിപ്പോ ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതില് നമ്മൾ ഈ ഒരു ഇന്റഗ്രൽ ആണ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് ചെയ്യുന്നത്. ഇത് മാത്രം ഒരു ചോദ്യമായിട്ടും ചോദിച്ചുകൂടായില്ല. ഓക്കെ, നേരത്തെ ചെയ്ത പോലെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇത് മാത്രമായിട്ട് ചോദിച്ചുകൂടായില്ല. ഇത് ഇവിടെ ഇപ്പൊ ഈ ടേം വന്നത് എങ്ങനെയാണ്? നേരത്തെ തന്ന ചോദ്യത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ചോദ്യം വന്നത്. ഓക്കെ.